ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷനിലെ ഏക വനിതാ തീർത്ഥാടക സംഘത്തെ ക്യാമ്പ് യാത്രയാക്കി. കെ ശൈലജ MLA യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി മുഖ്യാതിഥിയായി. 361 സ്ത്രീ തീർത്ഥാടകരാണ് തിങ്കളാഴ്ച യാത്രയായത്. എന്നാൽ ഇപ്പം അതില്ല. ഇപ്പോൾ തനിച്ചെന്ന് പറയുമ്പോൾ തനിച്ചല്ല, ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് നല്ല കൂട്ടായ്മയായി പോകാൻ സാധിക്കുന്നു. സർക്കാർ ഒരു സഹായിയെ കൂടി നിശ്ചയിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. അതുകൊണ്ട് മനസ്സിൽ യാതൊരു വേദാനം വേണ്ട. ഇത്രയധികം ആളുകൾ ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ആവശ്യത്തിനുള്ള മെഡിസിനൊക്കെ കരുതിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഷുഗറോ പ്രഷറോ ഉള്ളവർ അതൊക്കെ കൂടെ കൊണ്ടുപോകണം മരുന്നൊക്കെ. അഥവാ ഒരാൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരേ മരുന്നാണെങ്കിൽ അടുത്ത ലേഖ കൊടുക്കാനും പഠിക്കില്ല. പക്ഷെ ഒന്നും അല്ലെങ്കിൽ കൊടുക്കരുത്, സ്വയം ചികിത്സ ഒന്നും നടത്തരുത്. അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയി വരിക. കണ്ണൂരിൽ നിന്നത് രണ്ടാമത്തെ തവണയാണ് നമുക്ക് തീർത്ഥാടനത്തിന് ആളുകളെ അയക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ വലിയ പ്രശംസയാണ് കണ്ണൂർ എയർപോർട്ടിലെ ഹജ്ജ് കമ്മിറ്റിക്കും എയർപോർട്ടിനും എല്ലാം ലഭ്യമായിട്ടുള്ളത്. ഇത്തവണയും ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഹജ്ജിന് തീർത്ഥാടകരെ അയക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. വളരെ അഭിമാനത്തോടുകൂടി പ്രിയപ്പെട്ട ഹാജിമാരെ പറയാൻ സാധിക്കും, ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഹാജിമാരുടെ യാത്ര ആരംഭിക്കുന്നു. ഇന്നലെ ഞാൻ മുംബൈ ഹജ്ജ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് ഹാജിമാർ ഞങ്ങളോട് പ്രത്യേകം നന്ദി പറഞ്ഞത് അവരുടെ ചെലവ് ഏകദേശം 3,17,000. ലോകത്തിലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഹജ്ജിന് പോകുന്നത് ബോംബെയിൽ നിന്നാണ്. ബോംബെയിൽ നിന്ന് 35,000 ഹാജിമാരാണ് യാത്ര പുറപ്പെടുന്നത്. നമുക്ക് ഏകദേശം 3.5 ലക്ഷം വരും. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഹാജിമാരെ യാത്ര അയക്കാൻ പറ്റുന്ന തരത്തിൽ ഇതിൻ്റെ ക്രമീകരണം അത് രൂപപ്പെടുത്താനുള്ള അതിശക്തമായ ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വൈകിയാണെത്തിയത്. പ്രിയപ്പെട്ട ഹജ്ജിമാർ, നിങ്ങളുടെ ഈ ഹജ്ജ്, ഈ പുണ്യകർമ്മം സർവശക്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മഖ്ബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർത്ഥാടകരുടെ യാത്രാരേഖകൾ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മിനി കൈമാറി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രീത, ഹജ്ജ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PP മുഹമ്മദ് റാഫി, PT അക്ബർ, S നജീബ്, MCK അബ്ദുൽ ഗഫൂർ, CK സുബൈർ ഹാജി, നിസാർ അതിരകം, മുൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ P പുരുഷോത്തമൻ, T ശബ്ന തുടങ്ങിയവർ സംബന്ധിച്ചു. തിങ്കളാഴ്ച 2 വിമാനങ്ങളിലായി 722 പേരാണ് യാത്രയായത്. ആദ്യ വിമാനത്തിൽ 361 യാത്രക്കാരാണുണ്ടായത്. ഇതിൽ 177 പേർ സ്ത്രീകളാണ്. രണ്ടാം വിമാനത്തിലാണ് സ്ത്രീ തീർത്ഥാടകർ മാത്രം യാത്ര ചെയ്തത്. ഈ സീസണിലെ സ്ത്രീ തീർത്ഥാടകർ മാത്രം പോകുന്ന ഏക വിമാനവും ഇതാണ്. രാവിലെയും ഉച്ചയ്ക്കുമായി തിങ്കളാഴ്ച 538 സ്ത്രീകളാണ് പുണ്യഭൂമിയിലേക്ക് യാത്രയാകുന്നത്. ഇനി 5 രാവിലെ 8:10 അടുത്ത തീർത്ഥാടക സംഘം യാത്ര ചെയ്യുക. അതിലേക്കുള്ള യാത്രികർ 4 രാവിലെ ക്യാമ്പിലെത്തും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.